ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 ജൂലൈ മാസഫലമാണ്. അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയുണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെൻഡുലർ ഡൗസിങ്, അതായത് പെൻഡുലർ ആസ്ട്രോളജി യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്, പ്രെഡിക്ഷനാണ്. നമ്മളിത് ഡൗസ് ചെയ്തിരിക്കുന്നത് പറയുന്നത് 24-ാം തീയതിയാണ് കേട്ടോ. ജൂൺ 24-ാം തീയതിയാണ് റിസൾട്ട് എടുത്തിരിക്കുന്നത്. രാവിലെ 7:30-ക്കുള്ള റിസൾട്ടാണ് കേട്ടോ. അന്നേരം ഡൗസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ജൂലൈ മാസം നമുക്ക് എങ്ങനെയുണ്ട്, നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയും പ്രതീക്ഷയോടെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും കടത്തി വിടുന്നത് അല്ലേ. ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ നമ്മൾ അന്നുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് നാളെ മുതൽ എല്ലാം ശരിയാകും എന്നൊരു ചിന്തയിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഈ ഒരു പെഡിഷനിൽ നമ്മൾ അധികവും നെഗറ്റീവായിട്ടുള്ള പെഡിഷൻസിലുള്ള റിസൾട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പൊതുവെ നമുക്ക് ഡൗസ് ചെയ്തപ്പോൾ കിട്ടിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡൗസ് ചെയ്തെടുത്തത്. അതിൽ നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെ ഒന്ന് എടുത്ത് പറഞ്ഞിരിക്കുക. കാരണം ആരോഗ്യം എന്ന് പറയുന്ന കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. സോ നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഹെൽത്തിൻ്റെ സൈഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെയാണ് കൂടുതലായിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ നോക്കിയേക്കുന്ന വിഷയം ഈ ജൂലൈ മാസത്തേക്ക് ചിന്തിച്ചതെന്ന് പറയുന്നത് തൊഴിൽ ഭാഗ്യം കിട്ടുന്ന നക്ഷത്രങ്ങൾ, തൊഴിൽ പുരോഗതി കിട്ടുന്ന നക്ഷത്രങ്ങൾ, അതേപോലെ തന്നെ വിവാഹ ഭാഗ്യം പറയാവുന്ന നക്ഷത്രങ്ങൾ, സന്തോഷ വാർത്ത നമുക്ക് ശ്രവിക്കാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ, സാമ്പത്തികമായ പുരോഗതി നേടാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ, അതേപോലെ വിദ്യാ സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് കാര്യങ്ങൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്ര നക്ഷത്രങ്ങളെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലില്ലാത്ത നക്ഷത്രങ്ങൾ ഭയങ്കര മോശമാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ഡൗസ് എടുത്ത് നമുക്ക് കണ്ടതിൽ പ്രധാനപ്പെട്ട ഒരു 7 നക്ഷത്രങ്ങൾ, 5 നക്ഷത്രങ്ങൾ, 11 നക്ഷത്രങ്ങൾ എന്നീ രീതിയിലൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് 27 പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഡൗസ് ചെയ്തപ്പോൾ കിട്ടിയ നക്ഷത്രങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇല്ലാത്ത നക്ഷത്രക്കാരൊരിക്കലും പേടിക്കുകയോ ദുഃഖിക്കുകയോ വേണ്ട. നമ്മൾ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ചിന്തയോടെ തന്നെ നിങ്ങൾ നോക്കിക്കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ജൂലൈ മാസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തൊഴിൽ ഉള്ളവരെ സംബന്ധിച്ചു, ഇപ്പോൾ കറണ്ടിൽ നിങ്ങൾക്കൊരു തൊഴിലുണ്ട്, നിങ്ങൾക്ക് തൊഴിലിൽ പുരോഗതിയൊക്കെ നേടാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ ആരൊക്കെയാണ്? അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം, നമ്മൾ ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് നമുക്കൊരു സ്ഥലം മാറ്റം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ സറൗണ്ടിങ് നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം, ഈ ഒരു നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ഡൗസ് ചെയ്തപ്പോൾ കണ്ടത് ഫസ്റ്റ് 5 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രേവതി നക്ഷത്രം, അത്തം നക്ഷത്രം, പൂരുട്ടാതി നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, അതേപോലെ തന്നെ നമുക്ക് അനിര നക്ഷത്രം. ഈ 5 നക്ഷത്രങ്ങളാണ് കേട്ടോ നമുക്ക് പ്രധാനമായിട്ട് കണ്ടത്. അതായത് അത്തം, തൃക്കേട്ട, പൂരുട്ടാതി, രേവതി, അനിരം, ഈ 5 നക്ഷത്രക്കാരെയാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ടിരുന്നത്. അതിൽ വിശാഖ നക്ഷത്രം, അതായത് ഒരു വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സമ്മിശ്ര ഫലത്തിൻ്റെ കാര്യം നമുക്ക് പറയാവുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചോളം. അതുകൊണ്ട് തന്നെ വിശാഖ നക്ഷത്രക്കാരെ ആരെയും അങ്ങനെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാതെ നമ്മളെല്ലാ കാര്യങ്ങളൊന്നും ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കർമ്മം നിങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിനായ കൃത്യമായ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു മാസമായിട്ട് ഈ ജൂലൈ മാസത്തെ കാണാൻ സാധിക്കും. സോ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ എടുക്കുക, നിങ്ങൾ അതിനുവേണ്ടി റെഡി ആവുക. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യം നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. സോ അതിനു വേണ്ടി പ്രിപ്പയർ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത്തം, തൃക്കേട്ട, അതേപോലെ തന്നെ പൂരുട്ടാതി, രേവതി, അനിര നക്ഷത്രക്കാർ കേട്ടോ. അടുത്ത തൊഴിൽ ഭാഗ്യം പറയാവുന്ന നക്ഷത്രങ്ങൾ, അതായത് തൊഴിൽ ലബ്ധി പറയാവുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച്, അതായത് നമ്മൾ കുറേ നാളായിട്ട് തൊഴിൽ അന്വേഷിക്കുകയാണ്, കിട്ടിയിട്ടില്ലല്ലോ, തൊഴിലുണ്ടായിരുന്നു, തൊഴിൽ നഷ്ടമായി പോയി, ഇപ്പോൾ വരുമാനമൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 7 നക്ഷത്രക്കാരെയാണ് പ്രധാനമായിട്ട് കണ്ടതെന്ന് പറയുന്നത് ഇവിടെ. അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്, 2 അത്തം, 3 തിരുവാതിര, 4 ചിത്തിര, 5 പൂയം, 6 അനിരം, 7 പൂരാടം. ഈ 7 നക്ഷത്രക്കാരെയാണ് പ്രധാനമായിട്ട് തൊഴിൽ ലബ്ധി അല്ലെങ്കിൽ തൊഴിൽ ഭാഗ്യം പറഞ്ഞതെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ കൃത്യമായിട്ടൊരു എഡ്യൂക്കേഷൻ നിങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ സ്കില്ലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡുണ്ട്, അത് വെച്ച് നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ വരുമാന മാർഗം നേടാൻ വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ, അല്ലെങ്കിൽ അത് നമുക്ക് കരസ്ഥമാക്കാൻ യോഗമുള്ള
ടൈം പീരീഡാണ് ജൂലൈ മാസം എന്ന് പറയുന്നത്. സോ മാക്സിമം നിങ്ങൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതിന് വേണ്ടി ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്കൊക്കെ എന്താണോ ആവശ്യം അത് കൃത്യമായി ചെയ്യുക. നമുക്കതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വേണ്ടത് അതൊക്കെ കൃത്യമായി ചെയ്യാം. കാരണം നമുക്കൊരു ടൈം നല്ലതാണെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്ന നമ്മുടെ കയ്യിലേക്ക് ആരും എന്ത് ചെയ്യില്ല, കൊണ്ടൊന്ന് ജോലി തരാനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ തരാനോ അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചുമ്മാ ഇരുന്ന് ഒന്നും കിട്ടില്ല. നമ്മളതിന് വേണ്ടി എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ് താൻ പാതി ദൈവം പാതി. നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക, ബാക്കി എന്ത് ചെയ്യുക, ഈശ്വരനിൽ കലാശിക്കുക അല്ലെങ്കിൽ ഭാഗ്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, പൂർണ്ണമായിട്ട് നമുക്ക് 100% ഭാഗ്യത്തിനുള്ള യോഗമുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന ഭാഗ്യം വരില്ല. നമ്മൾ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അതിനൊരു നമുക്ക് പരീക്ഷ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ 1 മാർക്കിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല, ബാക്കിയൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന ഉത്തരം മാത്രം എഴുതി വെച്ചു. അപ്പോൾ എവിടെയും മാർക്ക് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. ആ സ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുവാണ്, അതായത് എന്തെങ്കിലുമൊക്കെ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നടത്തുകയാണെങ്കിൽ, നമ്മളാൽ പറ്റുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള എനർജി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ ആ വിജയത്തിനുള്ള പാത അല്ലെങ്കിൽ ആ രഹസ്യം നമുക്ക് മുമ്പിൽ എന്താണ് തുറക്കപ്പെടും അല്ലേ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പം തൊഴിൽ ഭാഗ്യം പറയാവുന്ന നക്ഷത്രങ്ങളാണ് ഈ 7 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തൊഴിലൊക്കെ ലഭിക്കാത്തവർക്ക് ഈ തന്നെ ശരിക്കും അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡൗസ് ചെയ്തപ്പോൾ കിട്ടിയത് കേട്ടോ. അടുത്തത് നമുക്ക് വിവാഹ ഭാഗ്യം, അതേപോലെ തന്നെ സന്തോഷ വാർത്ത കേൾക്കുവാൻ, അതേപോലെ തന്നെ പ്രണയ സംബന്ധമായിട്ടുള്ളവരൊക്കെ ഒരു അനുകൂലത, ഇതൊക്കെ നമുക്ക് പിന്നെ ഡൗസ് ചെയ്ത് കിട്ടിയ നക്ഷത്രങ്ങൾ 7 നക്ഷത്രങ്ങളാണ്. അതിലെ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി, രേവതി, അത്തം, ചിത്തിര, അവിട്ടം, വിശാഖം. ഇങ്ങനെ 7 നക്ഷത്രങ്ങളാണ് കിട്ടിയത് കേട്ടോ. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്, 2 രേവതി, 3 അത്തം, 4 ചിത്തിര, 5 ചതയം, 6 അവിട്ടം, 7 വിശാഖ നക്ഷത്രം. ഇനി 7 നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വിവാഹ കാര്യങ്ങൾ അനുകൂലമായിട്ടൊരു സാഹചര്യം പറയാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രണയ ബന്ധത്തിലൊക്കെ ഉണ്ടായിരുന്ന സംബന്ധിച്ചോളം നിങ്ങൾക്ക് അത് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിത പങ്കാളി തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുക. കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞൊന്ന് ഐക്യമായിട്ട് രമ്യമായിട്ട് പോകാൻ സാധിക്കുക. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് നിരവധിയായിട്ടുള്ള ഒരു ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നൊരു ടൈം പീരീഡായിട്ട് ജൂലൈ മാസത്തെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തിക പുരോഗതി, സാമ്പത്തികമായ ലബ്ധി ഒക്കെ ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനിഴ നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, രോഹിണി നക്ഷത്രം, മകീര നക്ഷത്രം, ചിത്ര നക്ഷത്രം, അശ്വതി നക്ഷത്രം, അത്തം നക്ഷത്രം, അതായത് 7 നക്ഷത്രക്കാർക്കാണ് നമുക്ക് സാമ്പത്തികമായ പുരോഗതികളൊക്കെ പറയാവുന്നത്. അതിലെ രോഹിണി നക്ഷത്രക്കാരും മകീര നക്ഷത്രക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും കുറച്ചുകൂടി നമുക്ക് അനുകൂല അവസ്ഥ കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ അശ്വതി നക്ഷത്രക്കാർ നമുക്കൊരു സമ്മിശ്ര ഫലമാക്കി എടുത്താലും വലിയ പ്രശ്നങ്ങൾ നമുക്ക് പറയാനില്ല. ഓക്കെ, അതിൽ ബാക്കിയുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നമുക്ക് അനുകൂലമായ അവസ്ഥയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് ചില തരത്തിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ചാൽ നമുക്കൊരു അനുകൂലമായ അവസ്ഥ. ഇപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് വിജയിക്കും എന്ന് നമ്മൾ നമുക്ക് കരുതിക്കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പാടില്ല. ഒരു ബിസിനസ് തുടങ്ങി അതിനൊരു ബാലായ്മയുണ്ട് അല്ലെ, കുറച്ച് ഒരു കാലതാമസം ഉണ്ടാവും അതിന് ഒന്ന് മാർക്കറ്റിൽ സ്ഥാനം പിടിക്കാനുള്ള ഒരു ഡിലേ. അത് നമ്മളൊരു ബിസിനസ്സുകാരാകുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അല്ല തുടങ്ങി ഇന്ന് തന്നെ അല്ലെങ്കിൽ രാവിലെ ഷട്ടർ ഓപ്പൺ ആക്കി വൈകിട്ട് ഷട്ടർ അടയ്ക്കുമ്പം ലാഭം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നൊരു ചിന്തയോടെ നമ്മളൊരു ബിസിനസ്സിലും കാണാൻ പാടില്ല. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റും കൃത്യമായിട്ടുള്ള ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അല്ല ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നാളെ പോയി ലോട്ടറി എടുക്കാനോ അല്ലെങ്കിൽ നാളെ പോയി മറ്റേ ബിസിനസ് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പർ പ്ലാനിലൂടെ പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. കൃത്യമായൊരു ഐഡിയ ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുക, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യങ്ങൾ നമുക്ക് പറയാം. അല്ലാതെ ലോട്ടറി അടിക്കും അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ കലഞ്ഞു കിട്ടും, ആ രീതിയിലല്ല നമ്മളുടെ ഭാഗ്യം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക, നമുക്കതിനായ കൃത്യമായ പാത നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുക എന്നുള്ളതാണ്. ആ മുമ്പിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റി അല്ലെങ്കിൽ അതിനെല്ലാം പെടുന്നു മാറ്റി നമ്മുടെ മുമ്പിലേക്ക് കൃത്യമായ വെളിച്ചത്തിൻ്റെ പാത തുറക്കുന്ന സമയമാണ് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അത് കൃത്യമായ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വേറൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അതല്ല നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ വിടുകയാണെങ്കിൽ, ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ആ വന്ന ഭാഗ്യം വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പലരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം ഇത് തന്നെ. ഭാഗ്യമാണ്, അല്ല അനുകൂല അവസ്ഥയാണ് കണ്ടു കഴിയുമ്പം വെറുതെ ഇരുന്നാൽ കിട്ടുമോ,
അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കാം, അല്ലെങ്കിൽ ഇത്ര നാളും കഷ്ടപ്പെട്ടു ഇനി കുറച്ചാൾ കഷ്ടപ്പെടാതിരിക്കാം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന സാഹചര്യം പലരും കാണാറുണ്ട്. ആ ഒരു സാഹചര്യത്തോടെ, ആ ഒരു മൈൻഡ് സെറ്റിലോട് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. കൃത്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഈശ്വരൻ നോക്കിയോളും. കൃത്യമായ പ്രവൃത്തികളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. അടുത്ത് നമുക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സമ്മിശ്ര ഫലമുള്ള നക്ഷത്രക്കാരാണ് വിശാഖം, മൂലം, തിരുവാതിര. നിങ്ങളെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട നക്ഷത്രങ്ങൾ തന്നെയാണ്. ഒരു സമ്മിശ്ര ഫലത്തെയാണ് പ്രധാനം ചെയ്യുക എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ബാക്കിയുള്ള നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കാർത്തിക, അവിട്ടം, ഉത്രട്ടാതി, തിരുവോണം, തൃക്കേട്ട, അത്തം, ഭരണി നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു അനുകൂല അവസ്ഥയാണ്. മത്സര പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു അനുകൂല അവസ്ഥ, എന്തെങ്കിലും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഒരു അനുകൂലമായ അവസ്ഥയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. മറ്റുള്ള നക്ഷത്രക്കാർ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 100% ഓഫ് യുവർ ഹാർഡ് വർക്ക് എന്ത് ചെയ്യണം, ഇടേണ്ടി വരും. നിങ്ങൾ നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള ഗൈഡൻസിലൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റുള്ള നഷ്ടക്കാർക്ക് മോശം, നിങ്ങൾ പഠിച്ചാലും ജയിക്കില്ല, ആ രീതിയിലല്ല പറയുന്നത്. അത് മനസ്സിലാക്കുക. കാരണം ഒന്ന് വിദ്യാർത്ഥി എന്ന രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്തിച്ച് വരുന്നില്ല, ഒരു കാണുന്ന പ്രായത്തിലൊക്കെ അനുസരിച്ച് നിങ്ങൾക്കത് ചിന്തിക്കാനുള്ള ഇത് ഉണ്ടായെന്ന് വരില്ല. കാരണം എൻ്റെ നക്ഷത്രമില്ല അപ്പോൾ ഭയങ്കര മോശമാണ് എന്നൊരു ചിന്ത ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരില്ല. ഞാൻ മോശമുള്ള നക്ഷത്രങ്ങളെ എടുത്തിട്ടില്ല. അവിടെ വന്നിരിക്കുന്നത് ഞാൻ എടുക്കാത്ത നക്ഷത്രം, പറയാത്ത നക്ഷത്രങ്ങളെ സംബന്ധിച്ചോളും സമ്മിശ്ര ഫലമായിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറച്ചുകൂടി എഫർട്ട് എടുത്ത് തന്നെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ പരിശ്രമം ചിലപ്പോൾ 1 പോയി 2 പോയി നമ്മൾ പരിശ്രമിച്ച് കൊണ്ടിരുന്ന കാര്യമാണ്. ഇട്ടിട്ട് പോവാതെ കൃത്യമായി നമ്മുടെ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവാം. പിന്നെ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് ചെയ്യേണ്ട കൃത്യമായൊരു ഗൈഡൻസ് നമുക്ക് കൂടെ ഉണ്ടാകും. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തി വേണം മുന്നോട്ട് പോകാൻ. ഒരു തെറ്റ് ഒന്ന് ചെയ്തു, രണ്ടാമത് തിരുത്തി വേണം ആ കാര്യത്തിലോട്ട് ഇറങ്ങാൻ. അല്ലാതെ ഒന്ന് ചെയ്യുന്ന തെറ്റ് വീണ്ടും ചെയ്ത് വീണ്ടും 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 റിപ്പീറ്റ് സെയിം തെറ്റ് തന്നെ വരുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ല. സോ പ്രോപ്പർ ഗൈഡൻസ് മെൻറ്റർഷിപ്പിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആരോഗ്യം എന്ന് പറയുന്നത്. കാരണം ആരോഗ്യമില്ലാതെ നമ്മൾ എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും നമുക്ക് എന്താണ് കൃത്യമായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്ത് ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അശ്വതി നക്ഷത്രം, ആയില്യം നക്ഷത്രം, മൂലം നക്ഷത്രം, ഉത്രം നക്ഷത്രം, രോഹിണി നക്ഷത്രം, അത്തം നക്ഷത്രം, ഭരണി നക്ഷത്രം, വിശാഖ നക്ഷത്രം, പൂര നക്ഷത്രം, മക നക്ഷത്രം, ചതയ നക്ഷത്രം. ഈ 11 നക്ഷത്രക്കാരും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. നിങ്ങൾ ആഹാര കാര്യങ്ങൾ കഴിക്കുമ്പോഴായാലും ശ്രദ്ധിക്കുക. അതുപോലെ ഇതുവരെ നിങ്ങൾ വ്യായാമങ്ങളൊന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് പോയി ഒരു ജിമ്മിൽ പോയി ചേരുക, അതായത് ചെല്ലുമ്പോൾ തന്നെ ഹെവി വെയിറ്റ് എടുക്കുക, അങ്ങനെ ചില പ്രോപ്പർ മെൻറ്റർഷിപ്പിലൂടെ നിങ്ങൾ പോവുക. ആരോഗ്യകാര്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും നിങ്ങൾ പോയി ഫാർമസിസ്റ്റിൽ പോയി നിങ്ങൾ ഡോക്ടർ ആവാതെ ഒരു കൃത്യമായ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മരുന്ന് വാങ്ങുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അത് ഏത് മരുന്നും, നമുക്ക് മരുന്നെന്ന് പറയുമ്പോൾ അലോപ്പതി തന്നെ വേണം, അല്ല ആയുർവേദം തന്നെ വേണം, അല്ലെങ്കിൽ ഹോമിയോപ്പതി വേണം. നിങ്ങളുടെ ശരീരത്തിൽ ഏതാണോ പിടിക്കുന്നത്, നിങ്ങൾക്ക് ഏതാണോ സേവിക്കാൻ ഇഷ്ടം, ആ മരുന്ന് കഴിക്കുക. കാരണം നമ്മുടെ സംതൃപ്തിയും കൂടി എന്താണ് പ്രാധാന്യമാണ്. നിങ്ങൾക്ക് എന്താണ് അലോപ്പതി കഴിക്കാൻ ഇഷ്ടമല്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആയുർവേദമോ ഹോമിയോ അങ്ങനെയുള്ള എന്തെങ്കിലും മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ ആ രോഗം മാറ്റാൻ ഏതിനാണോ കഴിവുള്ളത് അത് ചെയ്യുക. ഓക്കെ, അല്ല ഇന്നത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയാം. കാരണം മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ചിലതാണ് നമ്മുടെ കൈപുണ്യം എന്ന് പറയുന്ന രീതി. അങ്ങനെ വിശ്വാസമുള്ളവർക്ക് ആ രീതിയിലും മരുന്ന് കഴിക്കുന്നവർക്ക് ആ രീതിയിൽ നമുക്ക് എന്താണ് വിശ്വാസം, നമുക്ക് ഏതാണ് ചിലർക്കുണ്ട് ഞാൻ ഹോമിയോപ്പതി കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്ന് ചിന്തിക്കുന്നവർക്ക് ഹോമിയോപ്പതി മതി. ചിലർക്കുണ്ട് ഞാൻ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, അലോപ്പതി തന്നെ കഴിച്ചാലും എൻ്റെ അസുഖം മാറുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് അലോപ്പതി തന്നെയാണ് റിസൾട്ട് തരിക, മറ്റു മരുന്നുകളൊന്നും റിസൾട്ട് തരില്ല. നമ്മുടെ വിശ്വാസത്തിന് അതിനായ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര നക്ഷത്രക്കാർക്കാണ് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, എന്നാൽ മറ്റുള്ള നക്ഷത്രക്കാർ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ പോയി നടുറോട്ടിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കാതെ ഉറക്കം ശ്രദ്ധിക്കാതെ വേണ്ടതും വേണ്ടാത്ത എല്ലാം കഴിക്കുക. നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു പോകും. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ കർമ്മം എന്താണോ അത് കൃത്യമായി നാം ചെയ്തിരിക്കണം, എന്നാൽ മാത്രമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി നമ്മൾ ചെയ്യണം. 27 നക്ഷത്രക്കാർ ആ കാര്യം ചെയ്തിരിക്കണം. പക്ഷേ ഈ 11 നക്ഷത്രക്കാർ ഒന്ന് ഇരട്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നോർമലി എല്ലാ ശ്രദ്ധയും നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നല്ല സമയമാണ് വിചാരിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും
നമുക്ക് ശരീരത്തിന് പിടിക്കാത്ത അല്ലെങ്കിൽ അലർജിയുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, നമുക്ക് അലർജി ഉണ്ടാവും. എത്ര നല്ല സമയം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം അവിടെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായ ബോധത്തോടെയും കൃത്യമായ ചിന്തയിലൂടെ വേണം നമ്മൾ മുന്നോട്ടോ. 27 നക്ഷത്രക്കാരും ഈ 11 നക്ഷത്രക്കാർ ഇരട്ടി ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം. എന്നാൽ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതി. അല്ലാതെ നാളെ തൊട്ട് ഭയപ്പെട്ട് വീട്ടിനുള്ളിൽ ഇരിക്കാനല്ല പറഞ്ഞത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന കാര്യങ്ങൾ, അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരെ സംബന്ധിച്ചോളം നിങ്ങൾ വളരെ വേഗത്തിലാണ് പോകുന്നതെങ്കിൽ വേഗത കുറയ്ക്കണം. ഹെൽമെറ്റ്, കൃത്യമായുള്ള റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് തന്നെ എല്ലാവരും ഡ്രൈവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും എല്ലാ നക്ഷത്രവും ശ്രദ്ധിക്കുന്നതാണ്, 11 നക്ഷത്രം ഇരട്ടി ശ്രദ്ധിക്കുക. രാത്രിയുള്ള സഞ്ചാരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ഈ ജൂലൈ മാസത്തിലെ നമ്മുടെ ഈ ഒരു മാസഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു പെഡിഷൻ എന്ന് പറയുന്നത് പെൻഡുലർ ഡൗസിങ് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ പെൻഡുലർ ആസ്ട്രോളജിയാണ്. അതുകൊണ്ട് തന്നെയാണ് 27 നക്ഷത്രക്കാരുടെ പെഡിഷൻസ് സെപ്പറേറ്റ് ചെയ്യാൻ പറയാതെ ഞാൻ ആ രീതിയിലല്ല ഡൗസ് ചെയ്തത്. കാരണം ആ രീതി ഡൗസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ആയതുകൊണ്ട് തന്നെ ആ രീതി ഡൗസ് ചെയ്യാതെ ഞാൻ ഈ രീതിയിൽ, അതായത് സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മാറ്റർ എന്താണോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നക്ഷത്രങ്ങളെയാണ് നമ്മൾ ഡൗസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് നക്ഷത്രം വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ ഡൗസ് ചെയ്തെടുക്കാം. പക്ഷേ അതിന് ലെങ്ത് കൂടുകയും എന്തല്ലെങ്കിൽ പല വീഡിയോസായി വരേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് കാണുന്നവർക്ക് കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടി. അതല്ലാത്തവർക്ക് എന്താണ് മനസ്സിലാക്കുക, സമ്മിശ്ര ഫലമാണുള്ള ധാരണയും നമ്മുടെ ഉള്ളിൽ മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് എത്ര നല്ല സമയമാണെന്ന് പറഞ്ഞാലും കൃത്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ കൃത്യമായി നാം ചെയ്യുക. അതേപോലെ തന്നെ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ടിപ്പ് എന്ന രീതി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇന്നിരിക്കലും ഒന്നും പറയണം, സൽപ്രവർത്തികൾ ചെയ്യുക, സൽചിന്ത ചെയ്യുക. നമുക്ക് മറ്റുള്ളവരുടെ ദോഷം വാങ്ങാൻ ആഗ്രഹമില്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കുറ്റമൊക്കെ നമ്മൾ പറയാതിരിക്കാം. നമുക്കല്ല അവർ രക്ഷപ്പെടണം അല്ലെങ്കിൽ അവരെ കുറച്ച് നന്നാവണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റം നിങ്ങൾ പറഞ്ഞു, കാരണം അവരുടെ ദോഷം നിങ്ങളിലേക്ക് വന്നോളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് അനുഭവിക്കും, അവരെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ് നിങ്ങൾ ചെയ്യുക. കാരണം നമ്മുടെ പാദം, നമ്മുടെ കർമ്മം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള വിജയം, അതിനുള്ള പാത തുറക്കപ്പെടുകയും തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത മാസഫലത്തിൽ കാണാം.